ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി ബട്ടൺ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് വട്ടന കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ. ഇതുപോലെ വേണം ഇത് ആക്കി വെക്കാനായിട്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ പഴക്കഷ്ണങ്ങൾ ഈ മൈദയുടെ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 2-3 മിനിറ്റ് കൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. വേഗത്തിൽ ഇത് റെഡിയായി വരും കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഇത് കൊടുക്കാനായിട്ട് അവർക്ക് ഇത് വേഗം സാധാ പഴംപൊരി കഴിക്കാനായിട്ട് സ്പീഡിൽ ഇത് പെറുക്കി കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ ചെറുതായതുകൊണ്ട് ഇതിനോടാവും താല്പര്യം കൂടുതൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാവും. ഇപ്പോൾ ഇതാ കണ്ടോ, എല്ലാം ഞാൻ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേഗം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വേഗം പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഈ പഴംപൊരി നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് ഹൈയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വേഗത്തിൽ പൊരിച്ചെടുക്കാൻ ശ്രമിക്കുക, കരിയാതെ. ഇപ്പോൾ ഇത് എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കാൻ പറ്റണ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിള്ളേർക്കാവുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും ചെയ്യും. ചെറിയ ചെറിയ ബട്ടൺ പോലെയുള്ള അല്ലേ പഴംപൊരി, അതുകൊണ്ടാണ് കേട്ടോ ഇതിനെ ഞാൻ ബട്ടൺ പഴംപൊരി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൽ ആ മിക്സിൽ ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.